DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയം കൂടെയാണ്. എന്താണ് നിലവിലെ ഒരുക്കങ്ങളുടെ സ്ഥിതി? നന്നായി നടക്കുന്നു. SIR ആണ് പ്രധാനപ്പെട്ട കടമ്പ. ന്യൂനപക്ഷങ്ങളെ വെട്ടിനിരത്താനായി മോദി സർക്കാരിൻ്റെ അജണ്ട ഒരു ഭാഗത്തുണ്ട്. കള്ളവോട്ടുകൾ BLOമാരെ സ്വാധീനിച്ച് തിരികെ കയറ്റാനുള്ള പിണറായി വിജയൻ്റെ അജണ്ട മറ്റൊരു ഭാഗത്തുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെയും പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താഴെത്തട്ടിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. അവർ നന്നായി ശ്രമം നടത്തി വരുന്നു. അർഹതപ്പെട്ട എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ ഉണ്ടാവുക, അതേത് പാർട്ടിയായാലും അത് ഉറപ്പുവരുത്തുകയാണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് വരുമെന്നുള്ള ചർച്ചകളൊക്കെ തന്നെ സജീവമായി നടക്കുകയാണ്. അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കൊടുക്കാനുള്ള സീറ്റ് കോൺഗ്രസ് കരുതി വെച്ചിട്ടുണ്ടോ? എന്താണ് അത് തീരുമാനം പറയേണ്ടതും അഭിപ്രായം പറയേണ്ടതും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയല്ല. ഞാനൊരു കാര്യം പറയാം, സംസ്ഥാന നേതൃത്വം എടുക്കുന്ന ഏത് തീരുമാനവും ശിരസാ വഹിക്കുന്ന ജില്ലാ കമ്മിറ്റിയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. കോൺഗ്രസ് പാർട്ടിയും UDFും അങ്ങനെ ഏതെങ്കിലും ഘടകകക്ഷിക്ക് എവിടെ സീറ്റ് കൊടുത്താലും അതിന് DCC സ്വാഗതം ചെയ്യും. അതിനകത്ത് വേറെ യാതൊരു തരത്തിലുള്ള എതിരഭിപ്രായങ്ങളും ഉണ്ടാവില്ല. ഒരിക്കലും എതിരഭിപ്രായമില്ല. പിന്നെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ ജനാഭിപ്രായമുള്ള സ്ഥാനാർത്ഥികളാവണമെന്ന അഭിപ്രായം പറയും, സ്വാഭാവികമാണ്, കാരണം വിജയം. പക്ഷേ ഇന്നത്തെ ഒരു നേതൃത്വം വിന്നിങ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ വെക്കുന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരില്ല ഇത്തവണ. വിന്നബിലിറ്റിയാണ് പ്രധാനപ്പെട്ട മാനദണ്ഡമെന്ന് നേതൃത്വം അസന്നിഗ്ധമായി പ്രസ്താവിച്ച സ്ഥിതിക്ക് അത്തരമൊരു ആശങ്കയുടെ ആവശ്യം ജില്ലയിലെ കോൺഗ്രസിനില്ല. ആര് തകർത്താലും തകരാത്ത ചെങ്കോട്ടയെ ഇളക്കിയ ഒരു അനുഭവമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിന് മോശം വരുന്ന തരത്തിൽ പ്രത്യേകിച്ച് നഗരസഭയിലേക്ക് നടന്നിട്ടുള്ള ഇപ്പോഴത്തെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ചോദ്യം. 6 പേരെയാണ് 35 സീറ്റുള്ള CPMന് LDFന് ലഭിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ 28 സീറ്റുള്ള കോൺഗ്രസ്സിന് ഒരൊറ്റ അധ്യക്ഷയാണ്. നമ്മൾ ഈ കൗൺസിലർമാരെ വീതിച്ചു കൊടുത്ത സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായി എന്നുള്ളതാണോ? ഞാൻ അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഇപ്പം വാർത്താ സമ്മേളനത്തിൽ പുറത്തു വിടുന്നുണ്ട്. നിങ്ങളുടെ സംശയം തീരും. ഇതിനകത്തുണ്ടായത് CPM BJP ഒത്തുകളിയാണ്. എന്താണ് നടന്നതെന്നും നടക്കാൻ സാധിച്ചതും കൃത്യമായി ഒരു റിലീസായി ഞാൻ റസാഖ് മാഷ് പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ ആ സംശയം തീരും. ഏതായാലും കോൺഗ്രസിൻ്റെ UDFിൻ്റെ ഭാഗത്ത് ഒരാവാഹനം ഉണ്ടായിട്ടില്ല. 100% കൃത്യമായാണ് കാര്യങ്ങൾ നടന്നത്. 100% ഉണ്ടായിട്ട് ഞാൻ അത് വിത്ത് ഡോക്യുമെൻറ്റ് ഐ എം ഗോയിങ് ടു റിലീസ്. ഇപ്പോഴത്തെ പ്രശ്നം പ്രതീക്ഷിക്കുമ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ വാർത്താ സമ്മേളനം വിളിച്ചത്. ഏതായാലും അവിടെ നടന്നത്, ആദ്യം വാർഡ് മുറിച്ച് BJP സഹായിച്ചു, പിന്നീട് വോട്ട് ചെയ്ത് BJP സഹായിച്ചു, ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നാടകം കളിച്ചും BJP സഹായിച്ചു. CPM BJP ബാന്ധവത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഈ BJPക്ക് ലഭിച്ച സ്ഥിരം സമിതി അധ്യക്ഷ പദവി. സത്യം പറഞ്ഞാൽ CPMൻ്റെ ചെലവിൽ BJPക്ക് കിട്ടിയ അധികാരം. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ കൃത്രിമമായ വോട്ടർ പട്ടികയും അശാസ്ത്രീയമായ വാർഡ് ഉള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 13-ൽ 10 സീറ്റ് UDF ലീഡാണ്. ഇത്തവണ ഞങ്ങൾ ലക്ഷ്യം 13-ൽ 13, 13 ഔട്ട് ഓഫ് 13. ഏതായാലും ഓൾ ദി ബെസ്റ്റ്, കാര്യങ്ങൾ നടക്കട്ടെ.